കൈയെടുക്ക അതന്നാടി കൈയെടുക്കാൻ എടാ അത് ഭദ്രയാ കൈയട നിന്റെ ഈ പെങ്ങളുണ്ടല്ല ഇവിടെ ഉണ്ടല്ല ഞാന് പൊട്ടടി പാടിയുടെ അത് ഇപ്പൊ തോന്നിയാ പോരാ. മാറിക്കോ. എത്ര പെണ്ണുങ്ങളുടെ മണമാടാ നിന്റെ ദേഹത്ത്. അയ്യോ എന്നില്ല എന്നത്തെ ഹെലൻ, ബ്രിജിഡ, നഫീസ. അല്ല എന്താ സേതു പ്രശ്നം? ഗുരുവായൂർ തൊഴുത് മമ്മിയോട് നടയിൽ നിൽക്കുമ്പോഴാ ഇവിടെ വിളിച്ചത്, പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട്. എന്നിട്ട് എന്താടി ജോസ് കൊന്ന് കടല് കെട്ടി താത്തിയവനെ നീ അപ്പിച്ചായും കൂടെ. എത്ര അടി കൊളസ്ട്രോള്? സുഭദ്ര ലാബി വിളിച്ച് അന്വേഷിച്ചു. ആ ഡ്രിങ്ക് അങ്ങ് വാങ്ങിക്ക്. അയ്യോ എന്തു പറ്റി? ഒരു എങ്കിലെന്തോ വന്നാൽ എന്നുവെച്ചാ 4-ാമത്തെ വയസ്സില് തള്ളയുടെ മുലയെന്ന് പറിച്ചോണ്ട് വന്നാ ഞാൻ അവനെ, ഈ ജോസിനെ. വനത്തില് എന്റെ ഏറുമാടത്തിന്റെ ചോട്ടിൽ എച്ചിപ്പാത്ത മേടയ്ക്ക് വളർന്ന് ചെറുക്കനാ. എന്നിട്ട് അവൻ എന്നോട് തന്റെ ശോകം വേണ്ട. അപ്പിച്ചാടി ശരീരക്കൂറിന് ശോകം ചേരില്ല. അതിനെ നിനക്ക് ഓർമ്മയില്ലടി? കാട്ടിലും മലയിലും പിന്നൊടുക്കം ജയിലിലും ആജീവനാന്തം ലൈഫ് പാർട്ണറായിരുന്ന നമ്മുടെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിളക്ക് വെച്ച് വിരിച്ചു കിടത്തുമ്പോ ചെറുപ്രായത്തിലാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരിറ്റ് നീര് പൊടിച്ചിട്ടില്ല ഈ കശ്മലന്റെ കണ്ണീന്ന്. അഭിജയ്, ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട മണ്ഡലത്തിൽ നിങ്ങൾക്കാരോടെങ്കിലും ഒരല്പം സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ അത് എന്നോട്, ഭദ്രയോട്, ഇടക്കാലം കൊണ്ട് ലേശം പൊടിക്ക് ഇവളോട്, നിർമ്മല ജോണിനോട്. വന്നേ, തീരുമാനിക്കാനുണ്ട്. ബാലു വെയിറ്റ് ചെയ്യുന്നുണ്ട്. നോ ബൂസ്, നോ സ്പ്ലിഫ്, നോ സ്റ്റൗ. അതാ സേതുവിന്റെ പുതിയ കോഡ്, പുതിയ നിയമം ഫോർ ഹെലൻ കോദ. എടി നീ ഇത് കത്തിക്കണ്ട, നിന്റെ ഹാൻഡ് ബാഗ് ഒന്ന് തുറന്നാ മതി, 1 മൈൽ ദൂരെ ഇതിന്റെ ചൂര് കിട്ടും ഈ പുല്ലിന്റെ. എനിക്ക് അപ്പിച്ചായിക്കും ഒക്കെ. അമൃതയായിട്ട് അല്പം വൈകിപ്പോയെന്ന് വെച്ച് നിന്നെ നിൽപ്പി കാലം ചെയ്ത് പോകത്തൊന്നുമില്ല നിന്റെ ഈ രാജാവ്. നീ ഇങ്ങനെ കിണ്ടി കോളാമ്പി പിടിച്ച് വാല നിൽക്കാതെ പൊയ്ക്കോ. എന്താ സേതു മൊത്തത്തിലൊരു കോൺസ്പിറസി മൂഡ്? ഭദ്രയോട് ചോദിച്ചപ്പോ അവള് പറഞ്ഞു ഫോണിൽ പറയാൻ പറ്റില്ല എന്ന്. എന്താടാ എനിതിങ് ഗ്രോസ്? യെസ്, കമ്പിളി കണ്ടം ജോ. അപ്പിച്ചായി കാടിറങ്ങിയ കാലം മുതല് ഹൈറേഞ്ചില് ബോർഡറിന് അപ്പുറത്തും ഇപ്പുറത്തും വനത്തിൽ എന്റെയും നിന്റെയും അപ്പിച്ചായുടെയും അംബാസഡർ അവനാ ജോസ്. കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ജോസിന് മുൻകൂർ പണം കൊടുക്കുന്നു. കൊടും കാട് കയറി കൃഷി ഇറക്കി വിളവെടുത്ത് നമ്മുടെ സ്വാധീനവും സംവിധാനങ്ങളും ഉപയോഗിച്ച് അവനത് നമ്മൾ പറയുന്നിടത്ത് എത്തിച്ചു തരുന്നു. നമ്മളത് ഒരുപാട് കോടികൾക്ക് കടൽ കടത്തുന്നു ത്രൂ ഹെലൻ. അതാണ് സിസ്റ്റം.
ജോസ് വാസ് ലോയൽ, ലോ പ്രൊഫൈൽ ആൻഡ് റിലയബിൾ ഈ അടുത്ത കാലം വരെ. പക്ഷേ ഇനി അങ്ങോട്ട് റിസ്കാ. ബോർഡറിനപ്പുറം നിന്നുള്ള തമിഴന്മാര്, രാമേശ്വരം ധനുഷ്കോടി വഴി കടലിനപ്പുറം നിന്നുള്ള അവരുടെ ലിങ്കുകൾ, അവരിപ്പോൾ ജോസിനൊരു വല വിരിച്ചു വെച്ചിരിക്കുക. നമ്മളിപ്പോൾ കൊടുക്കുന്നതിന്റെ 4 ഇരട്ടി ഓഫർ. വലയിൽ വീണു പോകാതിരിക്കാൻ ജോസിന് പറ്റില്ല. അവൻ അതിന് ആഗ്രഹവും ഇല്ല. ഹീസ് ജസ്റ്റിഫൈഡ്. ഒരുപാട് വളരാൻ മോഹിച്ചു പോയാ പിന്നെ ഒരുത്തനും ജീവിതത്തിൽ ഒരിക്കലും ഒരാളോടും ലോയലാവാൻ കഴിയില്ല. അത് ഞാനായാലും നീ ആയാലും. ഇടുക്കിയിൽ എസ് പി ആയിരിക്കുമ്പോ ജോസ് ഒരുപാട് വനവിഭവങ്ങൾ കൊണ്ടുവന്ന് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കടപ്പാടുണ്ട് നിന്റെ നോട്ടത്തില്. ഡാ, അത് മറന്നേക്ക്. ഒരു ജോസ് കൂട്ടം തെറ്റിയാല് ഒരുപാട് ജോസുമാരുണ്ടായി വരും പിന്നാലെ. കൂട്ടം തെറ്റാൻ ഐ വാണ്ട് എ പോലീസ് ഓപ്പറേഷൻ. എന്തായടാ, ട്രേസ് ചെയ്തോ? യെസ്, യുവർ ടാസ്ക് ഡൺ. എന്നാ ബാക്കിനെ വെച്ചോ. ജോസേ, നോക്കി നിൽക്കാതെ ഒരു കൈ പിടിക്കാൻ മേലുള്ളൂ. അല്ല പിന്നെ നരി വരില്ലെന്ന് എനിക്കറിയാം. എന്നാലും അപ്പൂനെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങുമ്പോ കുറുപ്പേട്ടെങ്കിലും സ്റ്റേഷൻ വരെ വരുമെന്ന് വിചാരിച്ചു. അതെങ്ങനാ കുഞ്ഞെ? ഇന്നലെ മുതൽ സാറിന്റെ പുറകെ നടന്ന് ചോദിക്കുക ഞാൻ വണ്ടിയും കൊണ്ട് സ്റ്റേഷനിൽ വന്ന് നിൽക്കട്ടെ എന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞാണ് കുറുപ്പേ, എന്റെ അച്ഛൻ ചെറുക്കനെയും പിക്കപ്പ് ചെയ്യാനുള്ള അല്ല സർക്കാർ വണ്ടി, അവര് വല്ല ടാക്സി പിടിച്ചു വന്നോളന്ന് അല്ലേ? അപ്പോ സത്യം വന്നാട്ടെ. മിടുക്കന് വരൂ. ഇതിപ്പോ കഴിഞ്ഞ തവണ നിങ്ങൾ സ്ഥലം മാറി പോയ പിന്നെ ഒരിക്കലും വേറെ താമസിച്ചിട്ടില്ല. തൂക്കാനും വാരാനൊന്നും ആളില്ലാതെ സർക്കാർ ക്വാർട്ടേഴ്സ് ഒന്നും ഇപ്പൊ എസ് ഐമാർക്ക് പോലും വേണ്ട. ആ അത്തേക്ക് വെച്ചോളൂ. വീട്ടിൽ നിന്നാ. ആ എന്നിട്ട് എങ്ങനെയുണ്ട് കുറുപ്പേട്ടന്റെ സാറ് വന്ന് ജോയിൻ ചെയ്തിട്ട്? സാറ് കേക്കുകയല്ല, എന്നാലും പറഞ്ഞു കൊടുക്കണം. പുള്ളിക്കാരൻ ഒരാൾ വിചാരിച്ചാലൊന്നും ഈ ലോകം നന്നാവാൻ പോണില്ല. വന്നിറങ്ങി 2 ദിവസം കൊണ്ട് ഇപ്പൊ തന്നെ ഒരു സംസാരം തുടങ്ങിയിട്ടുണ്ട്. പുലി പിന്നെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട്